എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിവിടെ മ്യൂസിക് ഇടുന്നുണ്ട് ഒരാൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ടവരെ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ ചന്തയിൽ പോയത്, അഞ്ചൽ ചന്തയിൽ. ചന്തയൊക്കെ ഇപ്പം മാറ്റി ഞാൻ വീഡിയോ പറയുന്നുണ്ട്, അതുകൊണ്ട് പഴയതുപോലുള്ളതൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളാണ് പോകുമ്പോൾ വീഡിയോ എടുത്ത്. ഇവിടുത്തെ ചന്തക്കകത്തോട്ട് പോകുമ്പോൾ നല്ല രസം. എല്ലാവരും ഇടാ ഞങ്ങളുടെ വീഡിയോ എടുക്കണോ. ചിലർ പറയും എൻ്റെ മുഖം എടുക്കലേടാ, എൻ്റെ തല നരച്ചിരിക്കുവാടാ. അവർ ഈ മീനിൻ്റെ വിലയൊക്കെ പറയുന്നത് ചുമ്മാതാ കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് പറയാം 1 കിലോ 200, 1 കിലോ 200 എന്നൊക്കെ ചുമ്മാതാ. പിന്നെന്താ, പിന്നെ കുറച്ചൊക്കെ എടുത്തു. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അകത്തൊന്നും എൻ്റെ വോയിസ് സൗണ്ട് കൊടുക്കുന്നില്ല. അവിടുത്തെ നോർമൽ സൗണ്ടാണ്. ചന്തയിലൊക്കെ നോർമൽ സൗണ്ട് കേൾക്കാൻ ചിലർക്ക് ഇഷ്ടമാകുന്നില്ല. ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ എവിടുത്തെ ആരുടെയെങ്കിലും ചാനലിൽ ചന്തയിൽ പോകുന്നത് കാണിക്കും, ചന്തയിൽ നിന്ന് കണ്ട ഉടനെ ഞാൻ എടുത്തു പോയി നോക്കും. അപ്പോൾ അതുപോലെ ചിലർക്കൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ നോർമൽ സൗണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചന്തയിൽ പോകാനായിട്ട്. വന്നപ്പോൾ തൊട്ട് ചന്ത ഭയങ്കര. അമ്മ തന്നെ പറഞ്ഞു, ആങ്ങളെ പറയും നിനക്ക് എന്തോ വാങ്ങിക്കേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പോയിട്ട് വരട്ടടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയിക്കൂടെ പോയതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ. ഞങ്ങളുടെ അഞ്ചൽ ചന്തയൊക്കെ ഒന്ന് കാണേ. കുറച്ചേ പോകുള്ളൂ. പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി സാവകാശം പോയി ഒക്കെ വരണം. ഇതിലെ മഴയും ഉണ്ടായിരുന്നു, തലേന്ന് മൊത്തം മഴയായിരുന്നു. അതുകൊണ്ട് മഴ പെയ്യുമോ എന്നുള്ളൊരു പേടിയും, അങ്ങനെ പെട്ടെന്ന് എന്ത് വന്നേലും പോയിട്ട് വന്നു. ഓക്കെ, അത് അരക്കിലോ 1 കിലോയ്ക്ക് കുറേ കൂടെ 20 രൂപ കൊടുത്തരേ, വിലയ്ക്ക് കൊടുത്തരേ. പിന്നെ ചിന്നമ്മ 10 കിലോയ്ക്ക് 150 രൂപ കൊടുക്കുന്ന കൊടു. കൊണ്ടുകൊണ്ടിട്ടായിരുന്നു 10 രൂപ. നാടൻ പിച്ചാത്തുണ്ട്, കുടുംബാലുണ്ട്. ഇതിൻ്റെ ചെറിയ ഹോട്ടലിലെ മേടിക്കും. കുടുംബിടിക്കത്തില്ല, അടിപൊളിക്കത്തില്ല. കാരണം 200 180 രൂപയാണ്. ലേഡിൻ്റെ സാധനമാണ്, ആക്ഷേപ ലേഡി 180. ചീര, ചീമച്ചക്ക, വേണ്ട പാവയ്ക്കായാലും നല്ല നാടൻ പാവം 50 രൂപയാണ്. തൈര്, ചീനി, സവാള 100 രൂപ. 100 രൂപയ്ക്ക് 30 രൂപ 4 കിലോ 100. സവാള
ഞങ്ങളെല്ലാം വില കുറച്ചടിക്കാം. അതായത് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വരണം. ഞങ്ങളിതെല്ലാം അള്ളി കൊടുക്കുന്നതാണ്. 3 കിലോ മധുരക്കിഴങ്ങ് 50 രൂപ, 4 കിലോ നെല്ലിക്ക 100. TV നാളെ വന്നേ എല്ലാം 1 കിലോ എല്ലാം 100 രൂപ കിലോ. 1 കിലോ 200, കേര 1 കിലോ 200. എല്ലാ ഐറ്റങ്ങളും 1 കിലോ അയില 200 രൂപ, 1 കിലോ കൊഞ്ച് 200 രൂപ. പോട്ടോ ഭയങ്കര അല്ല കിലോ അയില 100 രൂപ, ഒറ്റ കിലോ അയില 100 രൂപ. സ്വന്തം കശിയാ പുളിയുടെ ഹോൾസെയിലാണ് റീറ്റെയിൽ കേട്ടോ. ഒന്നുകൂടെ പറ. പുളിയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ആ സൂപ്പർ പുളിയാ. എന്തുവാ ഭയങ്കര വിലയുള്ള ഒരു കളിപ്പില്ല. 100 രൂപ ഇത്രയും കുടിയാണ്. ഒരു പച്ചപ്പില്ല 100 രൂപയുടെ കെട്ടതാടിയ കുത്തൊന്നുമില്ല. നിങ്ങളിലേക്ക് പന്നലായിരിക്കും 100 രൂപ 3/4 കിലോ എന്തിനോ കാരണം വേണം എന്നാ ഇയാൾക്ക് 2 100 രൂപ ഇത്രയും. ആ ഒരു പറ്റിപ്പില്ല വെച്ചാൽ നീ കൊടുത്താൽ പൈസ എടുക്കുന്നത്. എന്നാ ഉണ്ടെങ്കിൽ കറി വെച്ചാൽ മതി. എന്നാ ഒരു കറി വിട്ടത് ഇമാര് കോക്കൂലോക്കിലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കും. ഷാജി എൻ്റെ കൈ കിട്ടാൻ ഞാൻ കൊടുക്കൂടാ. ഒന്നി അങ്ങോട്ട് കഴിച്ചല്ലോ അല്ലെ അവന്മാരെ വിളിച്ചു വിട്ടു. അടുത്ത ഞാൻ കപ്പയ്ക്ക് ഇറക്കും. ആ കപ്പയ്ക്ക് അമിക്കുന്നവനാ എന്റെ കളിച്ചാലേ. എല്ലാ ഫോട്ടോ ഇടാ മോനെ. എന്റെ ഫോട്ടോ എടുക്കലടാ എന്റെ ഫോട്ടോ എടുക്കല. എന്നെ മെരച്ച ഫോട്ടോ ഇടാ. ഓക്കെ മതിയാ അങ്ങനെയാണോ? എല്ലാം 100 രൂപ. അവരുടെ പൈസ എടുക്കല, അവരുടെ ആടെ എടുക്കല്ലേ, ഇത് മാത്രം എല്ലാം 1 കിലോ 100 രൂപ. ഒരു മീനും വിലയില്ല, ഒരു മീനും. കേര 1 കിലോ 550. മതിയോ? എല്ലാം 1 കിലോ 1 കിലോ തരാം കേട്ടോ. അതുകൊണ്ട് വെച്ചേക്കാം.
നാടൻ പയറല്ല 1 കിലോ 50, 1 കിലോ നാടൻ പയർ 50. അവരുടെ ഫോട്ടോ എടുക്കരുത്, ഈ മീനിൻ്റെ മാത്രം എടുത്താൽ എന്താ വില? 20 ഉണ്ട്, 30 ഉണ്ട്. ഏതാ വേണ്ടത്? 30 ആണ്. 6 ലിറ്റർ. ഒരെണ്ണം കൂടെ വെച്ചാൽ 2 എണ്ണം. ഒന്നുകൂടെ പറയാമോ? 30 rupees. ഇത് 20, ഇത് 20, ഇത് 30, ഇത് 30, ഇത് 50, ഇത് 60. അതുകൊണ്ട് ഇതൊക്കെ 50 റുപ്പീസേ ഉള്ളൂ. നല്ല ടിന്നാണ്. 50 റുപ്പീസ്. 40 ഉണ്ട് അതിൻ്റെ. അരിവാല വേണ്ടേ വാർത്തിട്ടുന്ന അരി കിട്ടുന്നതുകൊണ്ട്. എന്തോ പഠിക്കുന്നു? 12 കഴിഞ്ഞ് 12 കഴിഞ്ഞു. വലിയ കട സ്റ്റാൻഡിലുണ്ട് കേട്ടോ. മാർക്കറ്റ് മാറിയ സ്റ്റാൻഡുള്ള സ്ഥലം കണ്ടപ്പോൾ നമ്മളെ പരിചയക്കാരുടെ അങ്ങനെ ഇച്ചിരി സാധനം സ്റ്റാൻഡ് വലിയ കടയാണ്. വിലക്കുറവാണ് 130. ഇവർ ഈ പറയുന്ന ഒന്നും അല്ല റേറ്റ് മീനിൻ്റെ. നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞോണ്ട് വെറുതെ അങ്ങ് പറയുക. ദൈവമേ ചിലർ എടാ മോനെ വാടാ ഞങ്ങളുടെ വീഡിയോ എടുക്കടാ, മീനിൻ്റെ വീഡിയോ എടുക്കടാ, ദുബായി അയച്ചു കൊടുക്കാനാന്നോടാ, എന്തൊക്കെ കേൾക്കണം. 1/2 കിലോ അയലയ്ക്ക് 150. അതുപോലെ കേരയ്ക്ക് കിലോ 550. അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കിലോ 200, ഏത് മീനും 200 രൂപ കിലോ, 100 രൂപ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ മാർക്കറ്റ്, ഞങ്ങളുടെ ചന്തയിലെ മാർക്കറ്റ് നേരത്തെ അങ്ങ് അകത്തായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇടിച്ച് ഒക്കെ അത് കോംപ്ലക്സ് ആക്കാൻ പോകുന്നു. ഇപ്പം ഇങ്ങ് വെളിയിലായിരിക്കുന്നത്. എനിക്കന്നേരം അറിയത്തില്ല ചന്തയിൽ എവിടേക്കാണ് ഇരിക്കുന്നതെന്ന്. ഞാൻ ആദ്യം കയറിയൊണ്ണേ ഒരിടത്ത് മത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ 1/2 കിലോ 70 രൂപ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് അകത്തോട്ടുണ്ടെന്ന്. ഓട്ടോ ഞാൻ പറഞ്ഞു, ഓട്ടോ ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള ഓട്ടോ ആയിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു ഞങ്ങളെ വിട്ടിട്ടങ്ങ് പോയേക്കാൻ. അപ്പോൾ അകത്തോട്ട് എന്നൊണ്ണേ ഉണക്കമീൻ ഒരു കടയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ 1/2 കിലോ 60 രൂപ. പിന്നെ അവിടുന്ന് വാങ്ങിച്ച് ഇവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ ചട്ടി എനിക്ക് നല്ലതാണോ വന്നലാണോ എന്ന് അറിയത്തില്ല. അവർ 180, 160 അങ്ങനെയൊക്കെയുള്ള വില പറയുന്നുണ്ട്. അമ്മ ചട്ടി എനിക്കൊരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൊണ്ടുവരാനും എനിക്ക് പേടിയാണ്.
പൊട്ടാതൊക്കെ നമ്മൾ ഫ്ലൈറ്റിലാകുമ്പം പൊട്ടാതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് പിന്നെ ചിന്തിച്ച് ഒരെണ്ണം അങ്ങ് എടുക്കേണ്ടി. ഞാൻ എടുത്തില്ല. ഒരെണ്ണം ഞാൻ എടുത്തതിൻ്റെ അകത്ത് ഒരു കിഴുത്ത പോലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലതല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ കുട്ടി നോക്കിയെടുക്കാനൊക്കെ നല്ല, അവർ നല്ലതാന്നൊക്കെ പറഞ്ഞാൽ എടുത്തതെങ്കിലും എനിക്കൊരു പേടി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. അമ്മ പറഞ്ഞു പച്ചക്കറിയൊന്നും വാങ്ങിക്കല്ലേ, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പച്ചക്കറിയൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. എനിക്ക് പിച്ചാത്തി വേണമായിരുന്നു. അപ്പം 2-3 പേരിങ്ങനെ പിച്ചാത്തി വിൽക്കുന്നു. പിന്നെ ഇവിടെ വെളിയിൽ വന്നോണ്ടേ ഒരു പുള്ളിക്കാരിങ്ങനെ ആൾക്കാരെല്ലാം നിന്ന് വാങ്ങിക്കുന്നപ്പം അവരോട് ഞാൻ ചോദിച്ചത് നല്ലതാണെന്നോ. അന്നേരം നമുക്ക് ബോംബെയിലത്തെ കൂട്ടൊന്നും ഇവിടെ ബാർഗെയിൻ ചെയ്യാനും പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും ഇത് നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നെ അത് ദേഷ്യമാണ്. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം വാങ്ങിച്ചു, ചെറുതും ഒരു വലുതും. പിന്നെ അവിടെ തന്നെ രാഗി കൊണ്ടുവന്നു. പ്ലാസ്റ്റിക് കവറിനകത്ത് ലഗേജിനകത്തെ കുട്ടിയിടാവും, അങ്ങനെ കൊണ്ടുപോകും. ലഗേജിനകത്തെ കയറ്റിവിടാവും കേട്ടോ. ഇത് 50 രൂപ, ഇത് 60 രൂപ. ഇത് മതിയാ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നവരങ്ങാർക്കും ഗൾഫിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഞാനൊരു 50-ൻ്റെയും ഒരു 60-ൻ്റെയും വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്നാൽ അമ്മ പറഞ്ഞാൽ നല്ലതായിരുന്നു. അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ മുറുക്ക കൊണ്ടിരിപ്പുണ്ട്. പാക്ക് കണ്ടോ, പഴുത്ത പാക്ക്. എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ പഴുത്ത പാക്ക് കാണുന്നത്. വെറ്റല. അവിടെ ഈ ഉണ്ടമുളക് ഇരിപ്പുണ്ടായിരുന്നു, ഈ മണമുള്ള. അപ്പം വീട്ടിൽ ഇഷ്ടംപോലെ കാന്താരി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല. പിന്നെ അതിൻ്റെ മണത്തിന് ഞാൻ പറഞ്ഞ് അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു ഇവ എന്നാൽ കൊതിയായിരുന്നെങ്കിൽ നിനക്ക് വാങ്ങിച്ചുകൂടായിരുന്നോ. ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും കാന്താരി ഉള്ളപ്പോൾ പിന്നെ അതങ്ങനെ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു വാങ്ങിക്കാൻ. ഞാനും പോൾമോനോടാണ് പോയത്. അവനാ കഴിയുന്നതൊക്കെ അവൻ എടുത്ത വീഡിയോ. എല്ലാം ശരിയാണ്. ആനയൊക്കെ രാവി പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ 100 രൂപ തന്നെ, 110 100 രൂപ തന്നെ. सब कुड़वाल है, क्या बोलते हैं, मुश्किल है ना। അരക്കിലോ മുളക് 50 രൂപ, അരക്കിലോ മുളക് 50 രൂപ, 50 രൂപ, 50 രൂപ, 50 രൂപ, മുളക് 50 രൂപ, മുളക് 50 രൂപ, 50 രൂപ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.